കിസ്മിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പുട്ടിൻ്റെ കൂടെ കഴിക്കാവുന്ന പയർ ഉലർത്തിയതാണ്. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോണിൽ കിട്ടും. അപ്പോൾ നമുക്ക് പയർ ഉലർത്തിയത് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ അരക്കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. നമുക്കിത് കുറച്ച് വെള്ളത്തിലൊന്ന് ഓവർനൈറ്റ് കുതിർക്കാൻ വയ്ക്കാം. ഇപ്പോൾ പയർ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് കഴുകിയെടുത്തിട്ട് കുക്കറിൽ പയറിൻ്റെ ഒപ്പം വെള്ളം നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് 4 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, പയർ ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 കറിവേപ്പില, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി. വെളുത്തുള്ളി ഈ ഒരു വലിപ്പത്തിലുള്ളത് എടുത്താൽ മതി. വെളുത്തുള്ളിയുടെ ചെറിയൊരു ടേസ്റ്റും മണമുള്ളതാണ് നല്ലത്, കാരണം കൂടിപ്പോയാൽ അതിൻ്റെ ആ ഒരു കുത്ത് ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഇനി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും പിന്നെ പെരിഞ്ജീരകവും അരിഞ്ഞെടുത്ത കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് കറക്കിയെടുക്കാം. കണ്ട ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി. ഇനി ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ചേർക്കാം. കടുക് മുഴുവനും പൊട്ടിയ ശേഷം കുറച്ച് കറിവേപ്പിലയും ഒരു ഉണക്കമുളക് അരിഞ്ഞതും ഒരു ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർക്കാം. ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്ന ശേഷം നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് കൂടിപ്പോവരുത്, കാരണം നമ്മൾ പയർ വേവിച്ചപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കും. കണ്ടോ, ഇപ്പം നമ്മുടെ പയർ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പയർ ഇതുപോലെ തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കമൻസിലൂടെയൊക്കെ അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും നന്ദി.